ഈ ജെൻസി പൊതുവെ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ഇനിയിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ കലിപ്പെന്ന് പറയുന്നത് ഈ നെപ്പോ കിഡ്സിനോടാണ്. അപ്പം ഒരു നെപ്പോ കിഡായ, അതായത് ഞാനൊരു പ്രത്യേക ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രഭരണം എൻ്റെ ജന്മാവകാശമാണെന്ന് വിചാരിക്കുന്ന ആ ഒരു കുടുംബത്തോടായിരിക്കും ഇന്ത്യയിലെ ജെൻസിക്ക് ഏറ്റവും വിരോധമുണ്ടാകുക. കാരണം അവർക്ക് ഏറ്റവും വെറുപ്പെന്ന് പറയുന്നത് ഈ മെറിറ്റ് ഇല്ലാതെ കയറി വരുന്ന ആളുകളോടാണ്. കാരണം അവർക്ക് ഈ നെപ്പോ കിഡുകളോട് അല്ലെങ്കിൽ നെപ്പോട്ടിസം അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഇതിനെയൊക്കെ കലിപ്പോടെ അല്ലെങ്കിൽ വലിയ വിദ്വേഷത്തോടെ കാണുന്ന ഒരു വിഭാഗമാണ് ഇന്നത്തെ യുവതലമുറ. ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇതിനുള്ളൊരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. രാജ്യ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന 4 സീറ്റിൽ 3ലും വിജയിക്കാൻ ABPക്ക് സാധിച്ചു. പ്രധാനപ്പെട്ട 3 സീറ്റുകളാണ് ABP സ്വന്തമാക്കിയത്. അതും NSU സ്ഥാനാർത്ഥികളെ വൻ മാർജിനിലാണ് ABPയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വഴിയൊന്നും ഇന്ത്യയിലെ യുവാക്കളെ വഴിതെറ്റിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ സോറോസിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പം ഈ പുതിയ ട്വീറ്റ്.